ഒരിടവേളയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ ഡാം വീണ്ടും ചർച്ചയാകുമ്പോൾ ആശങ്കകളും മാറുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ജില്ലകളിൽ ഒന്ന് എറണാകുളം തന്നെയായിരിക്കും, അതും ആലുവ പ്രദേശങ്ങളിൽ. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ആശങ്കകൾ ഇപ്പോഴുമുണ്ട്. എന്താകും തങ്ങളുടെ ഭാവി, തങ്ങളുടെ വീട്, തങ്ങളുടെ സ്വത്ത്, ഇതെല്ലാം തങ്ങൾ എന്ത് ചെയ്യും? ഇതിനൊരു പരിഹാരം എന്നാകും ഉണ്ടാകുക? അങ്ങനെ പല ചോദ്യങ്ങളാണ് ആലുവ നിവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മളോടൊപ്പം ആലുവ MLA അൻവർ സാദത്ത് ചേരുന്നുണ്ട്. MLA, വീണ്ടും മുല്ലപ്പെരിയാർ ഇങ്ങനെ ചർച്ചയാകുമ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ പലതരത്തിലുള്ള പ്രചാരണങ്ങളുണ്ട്. മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണം, ഹൈക്കോടതിയിൽ ഈ ഒരു ചർച്ച നടക്കുന്നുണ്ട്, കേരളത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടാകണം എന്നൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ എന്താണ് ഇപ്പോഴും ഇങ്ങനെ ഒരു ആശങ്കയ്ക്ക് ഉണ്ടാകുന്ന കാരണം? മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണമെന്ന് വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇത് ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ആ പ്രദേശത്തുള്ള ജനപ്രതിനിധി, എറണാകുളം ജില്ല, അതിൽ ആലുവ, അവിടുത്തെ ജനങ്ങളുടെ എല്ലാവരുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ആവശ്യം തന്നെയാണ് ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളത്. പക്ഷെ അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. ഇപ്പോഴൊരു ആശങ്ക കൂടിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വയനാട് നമുക്കറിയാം, വലിയ ഉരുൾപൊട്ടലും ദുരന്തവും ഉണ്ടായി. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, കാണാഗ്രഹിക്കാത്ത ഇതാണ് നമ്മൾ കണ്ടത്. ഇതിലൂടെ ഈ പറഞ്ഞ ഈ ഡാം പൊട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇല്ലാണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, എന്തെങ്കിലും സംഭവിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വലിയ ആശങ്കയുണ്ട്. ആ ഒരു ആശങ്കയാണ് ജനപ്രതിയായി എനിക്കുണ്ട്, ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഉണ്ട്. അതിന് ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതിയിൽ പല കേസുണ്ട്. നമ്മളതിൻ്റെ സ്ട്രോങ് നിലപാടെടുത്ത് ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളത് ഒരു സംശയമില്ല, അത് ചെയ്യണം. അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും. കാരണം ജനങ്ങൾ വലിയ പാനിക്കായി നിൽക്കുകയാണ്. ഓരോ വിഷയങ്ങൾ കാണും. ഇപ്പം ഇതേ രീതിയിൽ പണിത ഡാം, ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള നമ്മുടെ ഇവിടെ ഡാം പണിത് ആ ചുണ്ണാമ്പും ഇതൊക്കെ വെച്ചാണല്ലോ. കർണാടകയിൽ ആ ഡാം ഇതുപോലെ പണിത ഒരു ഡാമുള്ളത് കർണാടകയിൽ. അവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കാൻ പോകണോ എന്നൊക്കെ നമ്മൾ വാർത്തകളൊക്കെ, ഇതൊക്കെ എല്ലാവർക്കും വലിയ ആശങ്കയാണ്. അപ്പോൾ ആലുവക്കാരെ സംബന്ധിച്ചാൽ വലിയ ആശങ്കയാണ്. തീർച്ചയായിട്ടും ഈ വിഷയം അടുത്ത നിയമസഭയിൽ ശക്തമായി തന്നെ ഉന്നയിക്കും. അത് ഏത് രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നോ ആ രീതിയിൽ അവതരിപ്പിക്കും. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇടപെടണം, ജലവകുപ്പ് മന്ത്രി ഇടപെടണം, അതുപോലെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ഇടപെടണം. ഇതൊക്കെ ഇടപെട്ട് അത് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നേരിടണം. ഇത് ഞാൻ ചോദിച്ചിട്ട് സംഭവിച്ചിട്ട് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ലല്ലോ, സംഭവിച്ചിട്ട് അവരെ റീഹാബിലിറ്റേഷൻ നടത്തിയിട്ട് കാര്യമില്ലല്ലോ. സംഭവിക്കാതിരിക്കണം. ഇപ്പോൾ നമ്മളെന്താ വയനാട് നമ്മൾ ഇനി ഇങ്ങനൊരു ഉരുൾപൊട്ടലില്ലാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധയാണ്, ജാഗ്രതയാണ് നമുക്ക് വേണ്ടത് നമ്മൾ പറയുന്നു. അപ്പോൾ ഇതെല്ലാം ദുരന്തം നടന്നിട്ട് അല്ലെങ്കിൽ ഒരു സംഭവം നടന്നിട്ട് റീഹാബിലിറ്റേഷനും അല്ലെങ്കിൽ അതിന് പ്രയാസവും ഉണ്ടായിട്ട് കാര്യമില്ല. അതിനു മുമ്പ് ഇത് ഇല്ലാതിരിക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇത് വലിയൊരു ആശങ്കയാണ്. ഡെമോക്രസിൻ്റെ വാള് പോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ് സത്യം പറഞ്ഞുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് എത്രയും വേണ്ടി ഡീമാർക്കേഷൻ ചെയ്യണം. നമ്മൾ സഭയിൽ ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ. അതുകൂടാതെ തന്നെ ജനങ്ങളെ നിർത്തി സമരം ചെയ്യേണ്ട വന്നാൽ സമരം ചെയ്യും. പലതും നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് ഞാൻ മറ്റുള്ള ജനപ്രതിനിധികളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി ഇവരെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകും, സംശയം. അങ്ങനെ തന്നെയാണ് MLA പറയുന്നത്. ഇങ്ങനെ ഒരു ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഒറ്റക്കെട്ടായി തന്നെ, രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി തന്നെ നിന്ന് കേരളത്തിന് വേണ്ടി, കേരളത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി ഒന്നായി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് MLAയും പറയുന്നത്. അതുതന്നെയാണ് ജനങ്ങളുടെ ആവശ്യവും. ക്യാമറാമാൻ വിനോദിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി.